ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. സുട്ടോപ്പിയ 2 പടം കണ്ടു. പെർഫെക്റ്റ് സെക്വൽ. ഫസ്റ്റ് ഭാഗത്ത് നിന്ന് കിട്ടിയ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ കിട്ടുന്ന രണ്ടാം ഭാഗം വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ അനിമേഷൻ ആയാലും ശരി, ഇംഗ്ലീഷ് ആയാലും ശരി, മലയാളം ആയാലും ശരി. കാരണം പെർഫെക്റ്റ്, അതായത് ആദ്യത്തെ പടത്തിന്റെ ആ എന്റർടൈൻമെന്റ് ഫാക്ടർ, ആ എന്താണ് അതിന് വിജയിച്ചത്, എന്താണ് അതിന്റെ ആ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ, അതേപോലെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇവര് നല്ല രീതിയിൽ ആ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് നല്ല രീതിയിൽ ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ആ ഫാക്ടറിയിൽ ഉണ്ടായിട്ടുള്ള എന്തായിരുന്നു ആദ്യത്തെ പടത്തിന്റെ ഒരു പ്രത്യേകത? മനുഷ്യന്മാര് ജീവിക്കുന്ന പോലെ മൃഗങ്ങള് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു കാണിക്കുന്നതായിരുന്നു സുട്ടോപ്പിയ ഫസ്റ്റിന്റെ ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ്സും ആ ഒരു ക്രിയേറ്റിവിറ്റി എലമെന്റ് ഉണ്ടായിരുന്നത്. ഇതിൽ അവർ അതിനെ ആയത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ ഏരിയാസ്, അതായത് ആയത്തിൽ കാണിക്കാത്ത ഡിഫറെന്റ് എനിമൽസ്, മെയിൻ ആയിട്ട് വരുന്ന സ്നേക്ക്, റെപ്റ്റൈൽസ്, ഫോക്സിന്റെ അല്ലെങ്കിൽ കാറ്റിന്റെ ഒക്കെ ഡിഫറെന്റ് ബ്രീഡിലുള്ള ആ ഇത് അനിമൽസിന്റെ ഒക്കെ അവര് എങ്ങനെ നമ്മുടെ മനുഷ്യന്മാരെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരിക. അപ്പൊ അത് ഇപ്പോൾ ആ ഫ്രഷ്നെസ് അതേപോലെ തന്നെ കിട്ടുകയാണ് ആ കാണുമ്പോൾ. പിന്നെ ഇതിന്റെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ജൂഡി എന്ന റാബിറ്റിന്റെയും നിക്ക് എന്ന റെഡ് ഫോക്സിന്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ക്യൂട്ട്നെസ്സും ചാമും എന്താ പറയാ അവരുടെ ഹിലാരിയസ് ആയിട്ടുള്ള ഫണ്ണി കോംബോ ഇതിലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു, ഇതില് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമയല്ല. ഇതിൽ മുതിർന്നവർക്കായാലും എല്ലാവർക്കായാലും ഇരുന്ന് കാണാം. കാരണം അതിൽ മെസ്സേജ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിന്റെ മെസ്സേജ് ഉണ്ട്, ടുഗദർനെസിന്റെ മെസ്സേജ് ഉണ്ട്, കൈൻഡ്നെസിന്റെ മെസ്സേജ് ഉണ്ട്. ഒപ്പം അടിപൊളി വിഷ്വൽസും കളർഫുൾ ആയിട്ടുള്ള സീൻസും നല്ല 3D എഫക്റ്റും. അപ്പൊ നമുക്ക് ഈ പടം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. പിന്നെ ആകെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കഷ്ടിയുള്ളത്. അപ്പോൾ ടൈം പോകുന്ന അറിയില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ഇതിലത്തെ ഒരു ചെറിയൊരു പ്ലോട്ട് എന്ന് പറയുന്നത്, ഇവരുടെ ഒരു കൺസെപ്റ്റില് സുട്ടോപ്പിയയില് വർഷങ്ങളായിട്ട് പാമ്പില്ല. പാമ്പ് അവിടെ എത്തുന്നു. അപ്പൊ എന്തുകൊണ്ട് പാമ്പ് എത്തുന്നു, പാമ്പിനെ എന്താണ് അവര് ഒരു ബാഡായിട്ട് കാണുന്നത്, അത് അന്വേഷിക്കാൻ പോകുന്ന ഒരു മിഷൻ പോലെയാണ് ഈ നിക്കും മറ്റേ എന്താ പറയാ ഈ റാബിറ്റും ഫോക്സിന്റെ ക്യാരക്ടർ ചെയ്യണത്. അപ്പൊ അവരതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ കാര്യങ്ങളും ഇതൊക്കെ ഫസ്റ്റിലുണ്ടായിരുന്ന അതേ സർപ്രൈസ് ഇതിലും അവർ നിലനിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഈ പടം കാണുന്നവർക്ക്, ഐ മീൻ ഇങ്ങനത്തെ പടങ്ങൾ കാണുന്നവർക്ക്, ഇങ്ങനത്തെ അനിമേഷൻ സിനിമകൾ കാണുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട. പ്രധാനമായും ഫസ്റ്റ് ഭാഗം കണ്ട് വളരെയധികം നിങ്ങൾ ഇതിന്റെ ഫാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളിത് അടുത്തുള്ള തിയേറ്ററിൽ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.